അപ്പൊ അയാൾ പറയണം, പടച്ചോനെ ഞാനിവിടെ ഒരുപാട് കാലം ഈ മഹലിൽ എല്ലാത്തിനും മുസ്ലിയാക്കന്മാർ ഞങ്ങളോട് അങ്ങോട്ട് വാങ്ങാം, പക്ഷെ ഈ ആളുകൾ ഞങ്ങളോട് ഒരു പൈസയും വാങ്ങണില്ല. അവര് കല്ലേറും കൂക്കുവിളികളും കേൾക്കുക, എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിഫലം വേണ്ട, നിങ്ങളിത് പഠിച്ച് ജീവിച്ചാൽ മതി. യാസീൻ കേൾക്ക്, സൂറത്ത് യാസീൻ കേൾക്ക്. അങ്ങനെങ്കിലും മിനിമം നിങ്ങൾക്കൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ? എന്നോട് ദേഷ്യം മാറ്റി വെച്ച് ഞാൻ ഈ ആക്ക് പറഞ്ഞതിന്റെ പേരിൽ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഒരു കാലം വരും. ആരെന്നറിയോ? ഈ മുസ്ലിയാക്കന്മാരെ മുഴുവനും. അന്ന് നിങ്ങൾ എന്നെയോ മുജാഹിദുകളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. പക്ഷെ അതിന് നിങ്ങൾക്ക് മിനിമം മത്സരയിൽ എത്തേണ്ടി വരും. ഇന്ന് ബോധം വന്നിട്ടില്ലെങ്കിൽ കേട്ടോ, സൂറത്ത് യാസീനിൽ നിന്ന് 20-21 വചനങ്ങൾ മനസ്സിരുത്തി വായിക്ക്, പഠിക്ക്, ഉൾക്കൊള്ളു. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. ഒരു മനുഷ്യൻ ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് എന്തായിപ്പോയി? നമ്മളെ കൂടെ മുസ്ലിയാർ പറഞ്ഞ പോലെ എല്ലാം അങ്ങട്ടല്ലേ. ഇവര് നോക്കിങ്ങളെ ഒരു പ്രതിഫലവും നോക്കൂ. ഈ ദൂതന്മാരെ നിങ്ങൾ പിന്തുടർന്നോളൂ. കാരണം അവർ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കണില്ലല്ലോ. അവർ മാർഗദർശനം ശ്രദ്ധിച്ചാരാ? ദുനിയാവിൽ ഒരു പൈസ ആവശ്യമില്ലാതെ ആഖിറം നഷ്ടപ്പെടുത്തി നിങ്ങളെ ചതിക്കുവോ? അതില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ദുനിയാവ് വേണ്ട. പക്ഷെ മുസ്ലിയാർക്ക് ദുനിയാവ് വേണം. ഇനി നമ്മള് മുസ്ലിയാരെ അടുത്ത, അതായത് കോഴിക്കോട് നടന്ന മുഖാമുഖത്തിലെ നാടകം ഇനി നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. സുന്നികളെ കൊണ്ട് സലാത്ത് എല്ലിപ്പിക്കുന്ന എന്തിനറിയോ? പുലൂസ് ഉണ്ടാക്കാനാണ്. സക്കാഫിമാർക്ക് സലാത്ത് പൈസ ഉണ്ടാക്കാനാണ്, പുണ്യം നേടാനല്ല. കണ്ടോളൂ, അറിഞ്ഞോളൂ, കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യും, 10 സ്ഥലത്തില്ലെങ്കിൽ ആ കൂട്ടത്തിൽ സക്കാത്ത് ഫണ്ടിത്തെ പൈസ നമുക്കില്ല. സക്കാത്ത് ഫണ്ടിത്തെ മുതലാളിമാരൊക്കെ വാങ്ങിയിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങിയ പൈസ നമുക്കില്ല. ബദരീങ്ങൾ കണ്ടത്തെ പൈസ ഇതിനൊട്ട് പറ്റൂലല്ലോ. അപ്പോൾ സുന്നികളാണ് നമ്മൾ ചിലവ് ഒരുപാടുണ്ട്. ഞാൻ വന്ന വണ്ടിക്ക് വാടക എന്തായാലും കൊടുക്കണം, അതുപോലെ തന്നെ വേറെ ചിലവ് എന്തെങ്കിലും കൊടുക്കണം. സക്കാത്ത് ഫണ്ടൊന്നും എനിക്ക് ആരും പൈസ തരുന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കേട്ടാ കയ്യില്ല കാശ് കുറച്ചൊന്നും തരിക, നിങ്ങൾ സ്വലാത്ത് തോരാൻ ചെല്ലുക. മൂപ്പരല്ലാത്ത സുന്നിയാക്കി കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് സ്ക്രീൻ മട്ട് എല്ലാവരും എന്തായാലും കൊണ്ടുവരും. സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ. ഉണ്ടോ പാപെന്നറിയോ? ഇപ്പൊ ഒരു പ്രസംഗിക്കുന്ന ഒരാള് അങ്ങനെ പറഞ്ഞിട്ടാല് പാവം പിടിച്ചോലും എന്ത് ചെയ്യൂ? എന്തെങ്കിലും കൊടുക്കൂ. അല്ല എന്തറിയോ? അടുത്ത ആഴ്ച വന്നിട്ട് ജനങ്ങളെ ചീത്തറിയില്ല മുസ്ലിയാര്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എന്തേലും തന്നോളി. ഈ വടകര സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഉണ്ട്. മനുഷ്യന്മാരെ, എന്റെ മാപ്പള എനിക്ക് എന്തെങ്കിലും തരീ. അതിന് പറ്റുമോ? വടകര സ്റ്റാൻഡില് പാവപ്പെട്ടവൻ എങ്ങനെ ചൂഷണം ചെയ്യണോ? ഞാൻ വന്ന് വണ്ടിക്കുക, എനിക്ക് പൈസ കുറെ വേണോ? സുന്നിയക്ക് പൈസ കൂടുതൽ വേണോ? സക്കാത്തിന്റെ പൈസ ഒന്നുമില്ല. നിങ്ങൾക്ക് സക്കാത്തില്ല. സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിം അല്ലടോ ഖുർആൻ പഠിപ്പിക്കുക. എന്നിട്ട് സക്കാത്തിനെതിരെയാ ഒന്നെ നായായിട്ട്. എന്നിട്ടോ പൈസ വാങ്ങാൻ ഇത് 1.5 മാസം മുമ്പ് നടന്ന സുഹൃത്തുക്കളെ, ഈ കേരളത്തിൽ കോഴിക്കോട് ഈ പൈസ പിരിക്കല്, പാവപ്പെട്ടവന്റെ പൈസ പിരിക്കല്, പാവപ്പെട്ടവനോട് പൈസ ഉണ്ടാക്കല്, ഇത് കാണുമ്പോ വിശുദ്ധ ഖുർആൻ ഒരായത്ത് കേട്ടോളി. അള്ളാഹ് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു തന്നു നല്ല പണ്ഡിതന്മാരാരാ, ചീത്ത പണ്ഡിതന്മാരാരാ. പടച്ച തമ്പുരാന്റെ ഗ്രന്ഥം 9-ാം അധ്യായം സൂറത്ത് തൗബ കേട്ടോ, 34-ാമത്തെ വചനം. സൂറത്ത് തൗബയിലൂടെ അള്ളാഹു വലിയൊരു യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ ഓർക്കണം. ഞാനിവിടെ കുറെ ഓവറായി നിങ്ങളോട് പറഞ്ഞപ്പോൾ പോലും എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് അറിയുമോ? വഞ്ചിക്കപ്പെടാത്ത ഒരു സമൂഹം ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ചോറ് കൊടുക്കുന്നു, മക്കൾ ഉറങ്ങിയിട്ട് പോലും മക്കൾക്ക് ചോറ് കൊടുക്കാതെ ഉസ്താദ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളെ സ്നേഹിച്ച ആ സമൂഹത്തെ നിങ്ങൾ നരകത്തിലേക്ക് നയിച്ചു. അത് ഓർക്കുമ്പോഴാണ് എന്റെ വികാരം. പക്ഷേ മുജാഹിദുകളെ നിങ്ങൾ കല്ലെറിഞ്ഞപ്പോഴും ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു. തായിഫിന്റെ മരുഭൂമിയിൽ 10 ദിവസം റസൂലിനെ എറിഞ്ഞപ്പോ, റസൂലിന്റെ കാലുകൾ രക്തം ധാരധാര ഒഴുകിയപ്പോ റസൂൽ പറഞ്ഞു, പഠിച്ചവനെ, ഏതൊരു ജനതയുടെ മോചനത്തിന് വേണ്ടിയാണോ ഞാൻ വന്നത്? അവരാൽ കല്ലെറിയപ്പെട്ടു, എനിക്കവരോട് വിരോധമില്ല. പഠിച്ചവനെ, അവരറിവില്ലാത്തവരാണ്. നിങ്ങൾ ഞങ്ങളെ കല്ലെറിയുമ്പോ ഞങ്ങൾ തിരിച്ച് കല്ലെറിഞ്ഞിട്ടില്ല. നിങ്ങൾ കൂക്കിയപ്പോ ഞങ്ങൾ തിരിച്ചു കൂക്കിയിട്ടില്ല. നിങ്ങൾ ബഹളമുണ്ടാക്കിയപ്പോ ഞങ്ങൾ ബഹളമുണ്ടാക്കിയില്ല. ഞങ്ങൾ സ്നേഹിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല. ഇന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ എനിക്കൊന്ന് കാണണം.
ഒരു മാപ്പ് പറയാനാണ്. ഞാൻ നിങ്ങളെ കല്ലെറിഞ്ഞ കൂട്ടത്തിലാണ്. എനിക്ക് നിങ്ങളോട് മാപ്പ് പറയണം. സഹോദര ആലോചിക്ക്. ഇനി അള്ളാന്റെ വചനത്തിലേക്ക് വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന അവിടെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഖുലൂന അംബാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. നോക്ക് സത്യവിശ്വാസികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു, അതുവഴി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുന്നു. സഹോദര, ഇതല്ലേ ഇവിടെ നടക്കുന്നത്? മുസ്ലിയാര് തുറന്നു പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് കൂടുതൽ പൈസ വേണം, നിങ്ങളെ കീശയിലുള്ള പൈസ തരി. ആരെങ്കിലും പറയൂ? ഒരു പ്രസംഗത്തിൽ സംഘാടകരോട് ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ കാറ് വിളിച്ചാ വന്ന് അതിന്റെ പെട്രോളിന്റെ പൈസയെങ്കിലും നമ്മൾ കൊടുക്കണം. അതൊരു അന്തസ്സുള്ള ഏർപ്പാടാണ്. കാരണം പ്രാസംഗികനൊന്നും ആ നിലക്കുള്ള ഓഫീസ് ജോലിയോ ഉദ്യോഗമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പരസ്യമായിട്ട് പാവപ്പെട്ടവർ എത്രയെ പിരിക്കുന്നത് ഇവിടെ ഉണ്ടായി. പക്ഷേ ആ പിരിക്കുമുണ്ടാകുന്ന ഒരു സംഗതി എന്താ? സെലാത്ത് എന്തിനാ? പാവപ്പെട്ടവനെ മയക്കി ഓന്റെ പൈസ തിന്നാൻ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, സെലാത്ത് നിങ്ങൾ ചൊല്ലിക്കൂടി. റസൂല് പഠിപ്പിച്ച പ്രകാരം, പഠിപ്പിച്ച രൂപത്തിൽ മുസ്ലിയാക്കന്മാര് സെലാത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാ. എത്ര തെളിവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഏതൊക്കെ സദസ്സിൽ സെലാത്തിൽ നിന്ന് പൈസ പിരിക്കാനല്ലേ? അല്ലേ? പേരോടിന്റെ ക്ലിപ്പിംഗ് പലതവണ നിങ്ങൾ കണ്ടതാ. 500 നോട്ട് ജനങ്ങൾ കൊടുക്കുമ്പോൾ അറിയും ഇങ്ങനെ, അല്ലാത്തൊക്കെ ഇങ്ങനെ. അത് നിങ്ങളൊക്കെ കേട്ടതാ, കണ്ടതാ. അതുകൊണ്ട് പയഞ്ചനാ വേണ്ട വിചാരിച്ചാ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണിവ. ഇനി ഞാൻ അവസാനിപ്പിക്കുമ്പോ നിങ്ങളോട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിനെ ശരിക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ സുന്നികളുടെ ലക്ഷ്യം എന്താ? ശിർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ രണ്ട് ഭാഗങ്ങൾ കേൾക്കേണ്ടതുണ്ട്. പടച്ചോനെ പറ്റി പേർവാടി തീ പിടിച്ചു. നമ്മൾ ചോദിച്ചു, ഏർവാടിയിലെ തങ്ങള് നിങ്ങൾ വലിയ ഗൗരവം പറഞ്ഞിട്ട് അവിടെ ചങ്ങലെ കിടന്നു, ചങ്ങല പോലും പൊട്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ അലവിന്റെ ചോദ്യം, മിനായിൽ തീ പിടിച്ചപ്പോ അള്ളാഹുടെയിൽ അള്ളാഹിനെ പരിഹസിക്കുക. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യം അലവിന്റെ കേൾക്കുക, പിന്നെ ഇടമുട്ടത്തൊരു മുസ്ലിയാരിത് കേൾക്കുക. ആദ്യം അലവിന്റെ കേട്ടോളൂ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മിനായിൽ, 4 വർഷം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നു, മിനായിൽ ഒരു തീപിടുത്തം ഉണ്ടായില്ലേ? നിങ്ങൾക്കറിയോ ആരെ തീപിടിച്ച് എത്ര ആളുകളാണ് മരിച്ചത്? ഈ മരിച്ചവരെന്താ മുഹ്യിദ്ദീൻ ശേഖനെ വിളിക്കുന്ന ആളുകളാണോ? അവർ പറഞ്ഞത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അല്ലേ? പടച്ചവനെ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിനക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു റബ്ബേ, നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാനെ വിളിച്ച് മാത്രം നടന്നിരുന്ന ആളുകളല്ലേ അവർ? എന്നിട്ട് ഓല് മിനായിലെ തമ്പ് കത്തി കരിഞ്ഞ് ജഡങ്ങൾ പോലും കിട്ടാത്ത കോലത്തിലായില്ലേ? എന്തേ? അപ്പൊ അള്ളാനെ സ്വന്തം വിളിക്കുന്ന ആളുകൾക്ക് അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ ആദർശ പ്രചാരണ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. മെയ് 7-ാം തീയതി കാസർഗോഡ് സമാപിക്കുമ്പോഴേക്ക് സർവ മൗലവിമാരെ കൊണ്ടും ഞങ്ങൾ മമ്പുറത്തെ തങ്ങളെ വിളിപ്പിക്കും, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിപ്പിക്കും, മുഴുവൻ മൗലവിമാരെ കൊണ്ടും ഞങ്ങൾ മന്ത്രിപ്പിക്കും. ഞങ്ങളെ ഓങ്ങിയിട്ടുള്ളൂ, അടിച്ചിട്ടില്ല. ഓങ്ങിയിട്ടുള്ളൂ ഞങ്ങളൊന്നും. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച് കണ്ടങ്ങള് 10 കൈയടിച്ച അഹങ്കാരത്തിന്റെ കയ്യും. നിങ്ങൾ ആലോചിക്കും, ഇവർ 2 കൂട്ടരും പറഞ്ഞ എന്താ? ഈ 2 കൂട്ടരും പറഞ്ഞ എന്താ? മിനായിൽ തീ പിടിച്ച പെങ്ങൾ അള്ളയുടെയാണ്. ഇനി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് കേട്ടോളി. സുന്നി മുജാഹിദ് എന്താന്ന് പറയുന്ന ഒരു ആയത്ത്. എന്താണ്? സുന്നിയാണോ നല്ലത്, മുജാഹിദാണോ നല്ലത് എന്ന് പറയുന്ന ഒരു ആയത്ത് കേട്ടോളി. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമർ 45-ാമത്തെ വചനം. ആയത്തുകളാട്ടോ തെളിവുദ്ധരിക്കുന്നത്, വെറുതെ പറയല്ല. وإذا ذكر الله وحده تمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون. ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? കേട്ടോളി. അള്ളാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ, ഇത് അള്ളാഹനെ മാത്രം വിളിക്കണം, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അള്ളാഹിനോട് മാത്രം നേർച്ച നേരണം എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിന് അസഖ്യത അനുഭവപ്പെടും. അപ്പൊ അവർ ചോദിക്കും, മുഹ്യിദ്ദീൻ ശൈഖിനെ കഴിവില്ല എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അള്ളാഹുടേനോ എന്നോല് ചോദിക്കും. അള്ളാഹ് പറയാ കേട്ടോളി. എന്നിട്ട് ഒരു കാര്യം കൂടെ പടച്ചോൻ പറഞ്ഞു, വൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബിശിറൂൻ. അള്ളാന്റെ കൂടെ മുഹ്യിദ്ദീൻ ശൈഖിനെയും കൂടെ പറഞ്ഞു നോക്കി, ഭയങ്കര ഈ സ്വഭാവം അള്ളാഹ് പറഞ്ഞ സ്വഭാവക്കാരെന്ന് കേരളത്തിൽ ആരാ?